നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പുരോഗമിക്കവേ ഇന്ത്യയുടെ പ്രകടനം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്റിംഗ് നിരയിൽ KL രാഹുലിന്റെയും ബൗളിംഗ് നിരയിൽ ജസ്പ്രീത് ബുംറയുടെയും പ്രകടനം ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയുടെ മറ്റ് താരങ്ങളെല്ലാം അൻപേ ഫ്ലോപ്പാണ്. ഇന്ത്യയുടെ ടെസ്റ്റിലെ പ്രകടനം നിരാശപ്പെടുത്തുമ്പോൾ പരിശീലകൻ ഗൗതം ഗംഭീറിനും നായകൻ രോഹിത് ശർമ്മയ്ക്കുമെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ഇന്ത്യയുടെ പരിശീലക സംഘത്തിൽ വലിയ മാറ്റത്തിനായുള്ള മുറവിളി ശക്തമാണ്. ഇന്ത്യയുടെ മോശം പ്രകടനത്തിൽ BCCIക്കും കടുത്ത അതൃപ്തിയുള്ള സാഹചര്യത്തിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ടെസ്റ്റ് പരിശീലകരുടെ സ്ഥാനത്ത് പൊളിച്ചെഴുത്ത് ഉണ്ടായേക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇന്ത്യ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. രവിശാസ്ത്രിയും രാഹുൽ ദ്രാവിഡും വളർത്തിയ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം ഗൗതം ഗംഭീറിന് കീഴിൽ നിരാശപ്പെടുത്തുന്നതാണ് കാണുന്നത്. നാട്ടിൽ ന്യൂസിലാൻഡിനോട് വൈറ്റ് വാഷ് നേരിട്ട ഇന്ത്യ ഓസ്ട്രേലിയയിലും പതറുന്ന സാഹചര്യത്തിൽ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് ഗംഭീറിനെ മാറ്റാൻ സാധ്യത കൂടുതലായിരിക്കുകയാണ്. മുഖ്യ പരിശീലകനായി ഇന്ത്യ സൗരവ് ഗാംഗുലിയെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. മുൻ ഇന്ത്യൻ നായകനായ ഗാംഗുലി ഇതിനോടകം തന്നെ IPL പരിശീലകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടെ ഇന്ത്യയുടെ പരിശീലകനാകാനുള്ള താല്പര്യം ഗാംഗുലി തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഗാംഗുലിയെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയെ മികച്ച നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ആൾ തന്നെയാണ് ഗാംഗുലി. നായകനായി ഇന്ത്യയെ ഉയർത്തി ഗാംഗുലിക്ക് പരിശീലകൻ എന്ന നിലയിലും ഇന്ത്യക്ക് കരുത്ത് പകരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യയുടെ ഇതിഹാസ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ലോക ക്രിക്കറ്റിലെ ഇതിഹാസമായ ഇന്ത്യയുടെ പരിശീലക സംഘത്തിന്റെ ഭാഗമായി എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് സച്ചിന്. എന്നാൽ വിരമിച്ച ശേഷം പരിശീലക റോളിലേക്ക് സച്ചിൻ ഇതുവരെയും എത്തിയിട്ടില്ല. എന്നാൽ BCCI അഭ്യർത്ഥിച്ചാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകനായി സച്ചിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. സച്ചിനെ പോലെ കളിച്ച മൈതാനങ്ങളിലെല്ലാം അത്ഭുതം സൃഷ്ടിച്ച ബാറ്ററെ ഇന്ത്യ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സച്ചിനെ ബാറ്റിംഗ് പരിശീലക റോളിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അനിവാര്യമായിട്ടുള്ളത്. ഇന്ത്യക്ക് അത് ഗുണകരമായി മാറുമെന്നും പ്രതീക്ഷിക്കാം. നിലവിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് അക്കാദമി തലവനാണ് VVS ലക്ഷ്മൺ. ടെസ്റ്റിൽ അവിസ്മരണീയ റെക്കോർഡുകൾ നേടിയെടുക്കാൻ കഴിവുള്ള ആൾ കൂടിയാണ് ലക്ഷ്മൺ. രാഹുൽ ദ്രാവിഡിന് ശേഷം ലക്ഷ്മണെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല. എന്നാൽ ലക്ഷ്മണെ ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവരേണ്ട സമയമായെന്ന് പറയേണ്ടിയിരിക്കുന്നു. മികച്ച സാങ്കേതികതയുള്ള ബാറ്ററായിരുന്നു VVS ലക്ഷ്മൺ. ടെസ്റ്റിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്മണിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബോളിംഗ് നിരയിലെ ഇന്ത്യൻ താരങ്ങളുടെ ഫോമും നിരാശപ്പെടുത്തുന്നത് തന്നെയാണ്. ബുംറയ്ക്ക് മികച്ച പിന്തുണ നൽകാൻ പല താരങ്ങൾക്കും സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ബൗളിംഗ് പരിശീലകനായി ആശിഷ് നെഹ്റ, സഹീർ ഖാൻ എന്നിവരിൽ ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ടീമിന് ഗുണകരമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്താത്ത പക്ഷം വരുന്ന പരമ്പരകളിലും വലിയ നാണക്കേട് ടീം നേരിടേണ്ടി വരുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.